ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസിൽ വരുന്ന യൂണിറ്റ് 5 സ്കൈ നിയർ അറ്റ് ഹാൻഡിലെ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്കത് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഈസ് ദ മൂൺ ബിഗ്ഗർ ദാൻ ദി സ്റ്റാർസ്? നമ്മുടെ മൂന്ന് സ്റ്റാർസിനെക്കാട്ടിലും ബിഗ്ഗറാണോ, വലുതാണോ? നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ മൂണ് വലുതും സ്റ്റാർസ് ചെറുതുമായിട്ടാണല്ലേ കാണുന്നത്. പക്ഷെങ്കിൽ മൂണല്ല സ്റ്റാർസിനെക്കാട്ടിലും വലുത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂണാണ് നമ്മുടെ എർത്തിനോട് ഏറ്റവും ക്ലോസസ്റ്റ്, സ്റ്റാർസിൻ്റെ കാട്ടിലും ക്ലോസസ്റ്റ് അടുത്തായിട്ടുള്ളത്, ദൂരം കുറഞ്ഞിരിക്കുന്നത്. അത് കാരണം നമുക്ക് നമ്മുടെ മൂൺ വലുതാണെന്ന് തോന്നുന്നതാണ്. സോ നമ്മുടെ ആൻസർ നോ, മൂൺ ഈസ് നോട്ട് ബിഗ്ഗർ ദാൻ സ്റ്റാർസ്. മൂൺ ഈസ് ക്ലോസസ്റ്റ് ടു എർത്ത്, സോ ദാറ്റ് വി ഫീൽ മൂൺ ഈസ് ബിഗ്ഗർ. അതുകൊണ്ടാണ് നമുക്ക് മൂൺ വലുതാവുന്നെന്ന് തോന്നുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2, ക്യാൻ ദ മൂൺ ഷൈൻ ഇറ്റ്സ് ഓൺ? മൂണിന് അതിന് സ്വന്തമായിട്ട് ഷൈൻ ചെയ്യാനുള്ള കഴിവുണ്ടോ? നമ്മൾ നോക്കുമ്പം മൂണിനൊരു ചെറിയൊരു ചെറിയൊരു വെളിച്ചമൊക്കെ ഉണ്ടല്ലേ, അത് മൂണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പ്രകാശമാണോ എന്നാണ് ചോദിച്ചത്. നോ, അല്ല. മൂൺ കാൺഡ് ഷൈൻ ഇറ്റ്സ് ഓൺ ലൈറ്റ്. മൂണിന് അതിന് സ്വന്തമായിട്ട് പ്രകാശിക്കാനുള്ള കഴിവില്ല. ഇറ്റ് ഷൈൻസ് ബിക്കോസ് ഇറ്റ് റിഫ്ലെക്ട്സ് സൺലൈറ്റ്. അത് തിളങ്ങുന്നത്, അതിൽ ലൈറ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ ചന്ദ്രനിൽ തട്ടുന്നത് കാരണമായിട്ടാണ് നമുക്ക് ചന്ദ്രൻ തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, സോ ഈ 2 ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി വെക്കുക. സോ ഓക്കെ, താങ്ക് യു.